പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് 71% എന്നുള്ള രീതിയിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ഷാഫി പറമ്പിൽ 2021 ഇലക്ഷനിൽ 75% അടക്കമുണ്ടായിരുന്നു. പിന്നീട് അത് 74% അടക്കം വന്നിട്ടുണ്ട് ലോക്സഭ ഇലക്ഷന്. അപ്പോൾ ഈ ഒരു വോട്ട് കുറഞ്ഞത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് കൂടിക്കഴിഞ്ഞാൽ UDF അനുകൂലവും വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ LDF അനുകൂലവുമാകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ BJP-ക്കാണോ എന്ന് സാധാരണ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം BJP ക്യാമ്പിൽ വലിയ ആഹ്ലാദം ഉണ്ടായിരുന്നു. BJPയുടെ വോട്ടുകള് വിഭജിച്ച് നിന്നിരുന്നാണ് പാലക്കാട് ഇലക്ഷനിൽ BJPയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം, ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട് BJP പ്രവർത്തകർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്താണ് സന്ദീപ് വാര്യർ അങ്ങോട്ട് പോണത്, കോൺഗ്രസിലേക്ക് വരണത്. അപ്പൊ BJP-ക്കാരൊക്കെ ഒന്നായി. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ പിന്തുണക്കുന്ന കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ക്രെഡിറ്റ് ഏറ്റെടുക്കും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ സ്വഭാവം. അപ്പൊ BJP-ക്കാരുടെ ഇടയിൽ സന്ദീപ് വാര്യരോടുള്ള ദേഷ്യം അവരെ ഒന്നിപ്പിച്ചു. അപ്പൊ അവർ വളരെ ശക്തമായ രീതിയിൽ അവരുടെ പക്ഷെ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് BJP-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. കാരണം പിന്നെയുള്ളത് പിരാതിര ആയിക്കഴിഞ്ഞാലും മാത്തൂർ ആയിക്കഴിഞ്ഞാലും കണ്ണാടി ആയിക്കഴിഞ്ഞാലും ഇവിടെയൊന്നും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ശരാശരിയോ പാറ്റേണോ ഒന്നും BJP-ക്കില്ല. പക്ഷേ ഈ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4000-ഓളം വോട്ടുകൾ 5000-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. അതേപോലെ തന്നെ BJP-യുടെ കേന്ദ്രം എന്ന് പറയുന്ന മൂതാന്തര അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് കുറഞ്ഞത് കോൺഗ്രസ് വെക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മുനിസിപ്പാലിറ്റിയിൽ 500 വോട്ടിനെങ്കിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. വോട്ട് കുറഞ്ഞ സ്ഥിതിക്ക് അത് ഒരിക്കലും കോൺഗ്രസിന് ഗുണമാവില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വോട്ട് കുറയുമ്പോൾ അത് BJP-യുടെ എല്ലാ വോട്ടുകളും അവർ കൃത്യമായി വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ കോൺഗ്രസിന് ആ സ്വഭാവമില്ല. UDF-ന്റെ ഒരു വോട്ടിംഗ് പക്ഷേ UDF ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഏകദേശം ഒരു പുലർച്ചയോളം അവർ ഇരുന്ന കണക്കൂട്ടലിൽ അവര് പറഞ്ഞ കാര്യം, VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും പറഞ്ഞ കാര്യം, UDF-ന്റെ വോട്ടുകൾ കൃത്യമായിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് VK ശ്രീകണ്ഠൻ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ കണക്ക് തന്നെയാണ് പറയുന്നത്. 12,000 മുതൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടക്കം ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ്. പക്ഷെ ഷാഫി പറമ്പിൽ അത്ര പറയുന്നില്ല. ഷാഫി പറയുന്നതാണ് കറക്റ്റ്. ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമെന്ന് ഷാഫി പറയില്ല. ഷാഫി പറയുന്നത് പറഞ്ഞാൽ 6,000 മുതൽ ഒരു 8,000 അല്ലെങ്കിൽ 9,000 വോട്ടിന്റെ ഇടയിൽ ജയിക്കാൻ സാധ്യത. അങ്ങനെ ആവാനാണ് പൊതുവെ UDF ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സരിന്റെ വാക്കാണ്. സരിന് 60,000 വോട്ട് കിട്ടും എന്ന് പറയുന്നു. 60,000 വോട്ടിൽ ആകെ കിട്ടും. അല്ല, സരിന് കിട്ടുന്നു. സ്വാഭാവികമായിട്ട് സരിൻ വിജയിക്കുമെന്നാണല്ലോ സരിന്റെ അവകാശം. അല്ല, സരിന് 60,000 വോട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് 42,000 വോട്ടേ മറ്റേ UDF-ന് കിട്ടുള്ളൂ എന്നാ പറയുന്നത്. ഇത് ഇലക്ഷൻ റിസൾട്ട് വരണവരെ അങ്ങനെ തന്നെ എല്ലാവരും പറയാം. അല്ല, 60,000 വോട്ട് എന്നൊക്കെ പറയുന്ന കോൺഫിഡൻസ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നോക്കൂ, ഓരോ ഇലക്ഷൻ കഴിഞ്ഞാലും ഓരോ സ്ഥാനാർത്ഥികൾ തോൽക്കുന്നു പറയില്ല. അങ്ങനെ പറയലാണ്. നാളെ കഴിഞ്ഞാല് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാല് അതില് തോൽവി അംഗീകരിക്കുന്നു തന്നെയാണ് അവർ പറയുള്ളൂ. അതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, പാലക്കാടിന്റെ സെക്രട്ടറി സുരേഷ് പറഞ്ഞത് കേട്ടോ. ഞാൻ സുരേഷ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആള് പറഞ്ഞതെന്ന് വെച്ചാല് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ഏരിയ ആയിട്ടുള്ള പിരാത്തിരിയിലൊക്കെ പോയിട്ട് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയിട്ട് സത്യം ചെയ്യിപ്പിച്ചു എന്ന് കാഫിറിന്റെ വേറൊരു പദം ഇവിടെ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊന്നും കാര്യമില്ല, അതൊക്കെ ഒഴിവാക്കണം. അല്ല, ഞാൻ പറയാം, CPM പോലെയുള്ള ഒരു CPM-ന്റെ കാഡർ സ്വഭാവമുള്ള ഒരാൾ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അയാൾ എന്താണ് പറയേണ്ടത്? അല്ല, CPM-ന്റെ കേഡർ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ നേതാക്കന്മാരായ അതിന് സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുമ്പോൾ ശൈലജ ടീച്ചർ ആരാ കേന്ദ്ര കമ്മിറ്റി അംഗമല്ല, അവരടക്കം പറഞ്ഞു. അപ്പൊ ജില്ല നമുക്കിപ്പോ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി വലിയ ആളാണ് നമുക്ക് തോന്നുന്നത്. അതൊക്കെ നമ്മളെപ്പോലത്തെ മറ്റു പാർട്ടിയിലുള്ള അതേ നിലവാരം തന്നെ ഇപ്പൊ അവർക്ക് ഉള്ളൂ. മുമ്പൊക്കെ ഒരു ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നതേ, അപ്പൊ ഈ പാലക്കാട് BJP-ക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയാണ് അവര് പുലർത്തുന്നത്. അത് കണക്കുകൾ അവർ പറയണത് അത് VS വിജയരാഘവൻ എന്ന് പറഞ്ഞ മുൻ DCC പ്രസിഡന്റും പാലക്കാട് മണ്ഡലത്തിന്റെ ചാർജൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം പറഞ്ഞു ഈ സന്ദീപ് വാര്യരെ ഈ ഇലക്ഷന് മുമ്പ് കൊണ്ടുവരേണ്ടിയിരുന്നില്ല. കാരണം സന്ദീപ് വാര്യർ വന്നപ്പോൾ BJP-ക്കാർക്കിടയിൽ ഒരു ഒരുമ വന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സന്ദീപിനെ നിലവില് കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥി തോൽക്കാൻ ആഗ്രഹിച്ചവര് സന്ദീപിന്റെ കൂടെ ഒരു കുട്ടിയും വന്നിട്ടില്ല. സന്ദീപ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ എന്താ പറയാ മുനിസിപ്പാലിറ്റി പിടിക്കും. മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാരെ ഇങ്ങോട്ട്
ചാക്കിട്ട് കൊണ്ടുവരാം അങ്ങനെയൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ സന്ദീപിന് ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളതാണ് തെളിവ്. സന്ദീപിന് വെറുതെ എന്താ പറയാ, ഈ അതുവരെ UDYFന്റെ നേതാക്കന്മാർ ഫിറോസും അബിൻ വർക്കും ഇവരൊക്കെയാണ്, രാഹുൽ ഇവരൊക്കെ ഷാഫിക്ക് നിന്നെടുത്ത് ഒരാൾ കയറിയെന്നുള്ളൂ. പക്ഷെ ആ ഒരു സന്ദീപിന്റെ പൊസിഷന് BJPക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് RSSകാർക്കിടയിൽ എന്താ പറയുക, ഒരു ശക്തമായ ഒരു ഐക്യം ഉണ്ടാക്കിയെന്നാണ് ഈ ഇദ്ദേഹം, അതായത് DCC മുൻ പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ 23-ന്റെ നാളെ ഏകദേശം നമുക്കറിയാം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള നമുക്കറിയാം, നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രൈം ഫാക്ടറായിട്ട് മാറിയിട്ട് അവിടെ വലിയൊരു വോട്ടിംഗ് പെർസെന്റേജ് ജയിക്കാനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വ്യക്തിപരമായി രാഹുലിനൊന്നും അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത് VD സതീശൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ഷാഫി പറമ്പിൽ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇത് ബാധിക്കും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും പറ്റുന്ന ലീഡേഴ്സാണ് ഷാഫിയും സതീശനും. അവര് BJP വോട്ട് കളക്ട് ചെയ്യാൻ അവർക്ക് അറിയാം, CPM വോട്ട് കളക്ട് ചെയ്യാൻ ഷാഫിക്ക് അറിയാം. അത് പാലക്കാട് ഷാഫിക്ക് കിട്ടുന്ന പിന്തുണ പാലക്കാടിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഷാഫിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് പിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ രാഹുൽ തോറ്റു കഴിഞ്ഞാൽ അത് ആർക്ക് പ്രശ്നമാണ്? ഷാഫിക്കും സതീഷിനും പ്രശ്നം. അതാണല്ലോ സരീനും പറഞ്ഞത്. പക്ഷെ അത് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോകുന്നത് ഇവിടത്തെ കഴിഞ്ഞ MLA-യുടെ ഓഫീസിലേക്കാണ്. ഈ പറഞ്ഞ രീതിയിൽ RSS BJP വോട്ട് പർച്ചേസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടാവും. കാരണം ഈ രാഹുലിന് BJPക്ക് ഹിന്ദു വോട്ടുകളെല്ലാം ക്രോഡീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. മുമ്പായിരുന്നു BJPക്ക് ഇത്ര വോട്ടുകൾ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള വോട്ടും ഉറപ്പിക്കാൻ പറ്റും. ഈ മുസ്ലിം വോട്ടുകൾ LDFനും UDFനായിട്ട് വിഭജിക്കും. പക്ഷെ ആ ഇലക്ഷൻ്റെ അന്ന് LDF ചെയ്ത പരസ്യം ഉണ്ടല്ലോ സന്ദീപ് പോലെ, അത് മുസ്ലിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നത്, ആ വോട്ടുകളൊക്കെ UDFിലേക്ക് കൊടുക്കുക. ഇതില് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്രിസ്ത്യൻ 7000 വോട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ട് പാലക്കാട്. മുനമ്പം വിഷയം അവിടെ വലിയൊരു ഫാക്ടറായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ക്രിസ്ത്യൻ വോട്ടുകൾ മുനമ്പം വിഷയം ഫാക്ടറായിട്ട് വരികയാണെങ്കിൽ BJPക്ക് ചെയ്യണം എന്നല്ലേ പറഞ്ഞു വരുന്നത്. BJPക്ക് ചെയ്താല് അങ്ങനൊക്കെ വരാം. അതായത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ, കാരണം മുനമ്പം വേദിയിലേക്ക് എത്തിയിട്ടുള്ള, സമരവേദിയിലേക്ക് എത്തിയിട്ടുള്ള ആകെ ഒരു കാൻഡിഡേറ്റ് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറാണ് അവിടെ എത്തിയിട്ടുള്ളത്. വേറെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ, മുസ്ലിം വിരുദ്ധമായി ചിന്തിക്കുന്നവർ, വഖഫിന്റെ ആ നിയമപ്രശ്നം പഠിക്കാതെ വൈകാരികമായി കാണുന്നവർ പാലക്കാട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറെ പ്രശ്നം വെച്ചാൽ ഷാഫി പറമ്പിൽ നിന്നുള്ള എഫക്റ്റ് വലിയ എഫക്റ്റാണ്. ഞാനിപ്പോഴും പറയണത്, ഈ നിമിഷവും പറയണത് അവിടെ UDF ജയിക്കുമെന്നാണ്, ഷാഫി വിജയിക്കുമെന്നാണ്, സതീശൻ വിജയിക്കുമെന്നാണ്. കാരണം അവരുടെ ഭയങ്കര പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം. ഇതില് എനിക്കുണ്ടായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം മുമ്പ് നമ്മൾ പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. അപ്പം പാലക്കാട് ഉണ്ടായപ്പോൾ മാത്തൂർ, കണ്ണാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അത് ഇടതുപക്ഷ ചായവുള്ള സ്ഥലങ്ങളാണ്, പഞ്ചായത്താണ്. പിരാതിരിയൊക്കെ പോയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവം, ഷാഫി എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതേ ഇവിടെ നടക്കുള്ളൂ. അത് സത്യസന്ധമായിട്ട് ഞാനൊരിക്കലും ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ചായക്കടയിലിരുന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ കഥ പറഞ്ഞു. അങ്ങനെ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കില്ല. അതേപോലെ ഇട്ട് കൊടുത്തപ്പോ ചായക്കടക്കാരൻ ചായ അടിച്ചിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളിവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഷാഫി എന്താണ് പറയുന്നത് അതേ ഇവിടെ നടക്കുള്ളൂ. UDFന്റെ അനുഭവമായ ചായക്കടക്കാരനാണ്. പക്ഷെ ഷാഫിയാണ് പാലക്കാടിന്റെ രാജാവ് എന്റെ അഭിപ്രായത്തിൽ. അക്കാര്യത്തിൽ അപ്പൊ രാജാവ് നീളാൻ വാഴട്ടെ അങ്ങനൊന്നും പറയാൻ